ഹലോ സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന 50 ആൾക്കാരുടെ പേരാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ ആൾക്കാരുടെ പേര് കൊടുത്തിട്ടില്ല കേട്ടോ, ഞാൻ ഈ പൊസിഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ആരാണ് ഈ ഒരു പദവിയിലിരിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങളും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഒരു പേപ്പറും പേന എടുത്ത് എൻ്റെ കൂടെ എഴുതി വരാൻ ശ്രമിക്കുക. ഓക്കെ, എനിക്ക് ഇങ്ങനെ പഠിപ്പിക്കുന്നതാണ് കുറച്ചുകൂടെ കംഫർട്ട് കേട്ടോ. ഒരു രണ്ട് സൈഡിലും, അതായത് ഇവിടെ ചോദ്യവും ഉത്തരവും കൊടുത്തിട്ട് ഇങ്ങനെ വായിച്ച് പോകുന്നേക്കാളും നല്ലത് നിങ്ങളൊന്ന് ആലോചിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ 50 ശരിയാക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പോട്ട് 40 മുകളിൽ 40+ നിങ്ങൾ ശരിയാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികളും പിന്നെ അന്താരാഷ്ട്ര തലത്തിലെ പ്രധാനപ്പെട്ട പദവികളും ഒക്കെ നമുക്ക് പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് എത്ര എണ്ണം നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യം ലാസ്റ്റ് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കുട്ടികളെ? ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യമാണ് അല്ലേ? വി രാമസുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കുട്ടികളെ? വി രാമസുബ്രഹ്മണ്യമാണ്. അദ്ദേഹം എത്രാമത്തെ ചെയർമാനാണ്? അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷന്റെ 9ാമത്തെ ചെയർമാനാണ് കേട്ടോ. 9ാമത്തെ ചെയർമാനാണ് ആര്? വി രാമസുബ്രഹ്മണ്യം. ഓക്കെ, അടുത്ത ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരെന്നറിയാവോ? ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കർ ആണ് കേട്ടോ. വിജയ കിഷോർ രഹത്കർ ആണ് ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. വിജയ കിഷോർ രഹത്കർ ആണ് ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. അവരും എത്രാമത്തെ ആൾ തന്നെയാണ്? 9ാമത്തെ ചെയർപേഴ്സൺ തന്നെയാണ് കേട്ടോ. വനിതാ കമ്മീഷന്റെ 9ാമത്തെ ചെയർപേഴ്സൺ ആണ് വിജയ കിഷോർ രഹത്കർ. ആരാണ് കുട്ടികളെ? വിജയ കിഷോർ രഹത്കർ. അടുത്ത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ്. എത്രാമത്തെ ആൾ അദ്ദേഹം? 12ാമത്തെ ആളാണ്. 12ാമത്തെ വ്യക്തിയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്ന 12ാമത്തെ വ്യക്തിയാണ് ആര്? ഹീരാലാൽ സമരിയ. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ ദളിത് വംശജനും ആര് തന്നെയാണ്? ഹീരാലാൽ സമരിയ തന്നെയാണ്. അപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യത്തെ ദളിത് വംശജനും ആര് തന്നെയാണ്? ഹീരാലാൽ സമരിയ തന്നെയാണ്. 12ാമത്തെ വ്യക്തിയാണ്. അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് റീസെൻ്റ് ആയിട്ടാണ് മാറിയത്, അതുകൊണ്ട് അത് കയറി ചോദിക്കും കേട്ടോ. ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഗ്യാനേഷ് കുമാറാണ് കേട്ടോ. ഗ്യാനേഷ് കുമാറാണ് നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓക്കെ, ഗ്യാനേഷ് കുമാർ എത്രാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നറിയോ? ഗ്യാനേഷ് കുമാർ 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഗ്യാനേഷ് കുമാർ 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആര്? ഗ്യാനേഷ് കുമാർ. അത് ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോർഷൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അംഗ സമിതിയാണ്. നമുക്കറിയാം ഈ 3 പേർക്കും ഒരേ അധികാരങ്ങൾ തന്നെയാണ് ഉള്ളത്. അതിൽ ഒരാൾ ചീഫായിട്ട് ഇരിക്കുന്നെങ്കിൽ കൂടി 3 പേർക്കും ഒരേ അധികാരങ്ങൾ തന്നെയാണ് ഉള്ളത്. അപ്പം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പഠിക്കുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ള ആൾക്കാരും, കൂടെയുള്ള ആൾക്കാർ ആരൊക്കെയെന്ന് പഠിക്കുക. 2 കമ്മീഷണർമാരെ പേരുടെ പഠിച്ചിരിക്കുക. ഒന്നാമത്തെ ആള് സുഖ്ബീർ സിംഗ് സന്ധു. ഒന്നാമത്തെ ആൾ ആരാണ് കുട്ടികളെ? സുഖ്ബീർ സിംഗ് സന്ധു ആണ് ഒന്നാമത്തെ ആള്. ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ ആളുടെ പേര് വിവേക് ജോഷി എന്നാണ്. രണ്ടാമത്തെ ആളുടെ പേര് എന്താണ്? വിവേക് ജോഷി എന്നാണ്. അപ്പൊ സുഖ്ബീർ സിംഗ് സന്ധു അതുപോലെ വിവേക് ജോഷി, ഇവർ രണ്ടുപേരുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, അദ്ദേഹം 26ാമത്തെ ആളാണ്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പ്രധാനപ്പെട്ട 4 എണ്ണമാണ് പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗ, ന്യൂനപക്ഷ കമ്മീഷൻ. അപ്പോൾ ഈ 4 കമ്മീഷന്റെയും ചെയർമാൻമാർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ കിഷോർ മക്വാനയാണ് പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ. ആരാണ് കുട്ടികളെ? കിഷോർ മക്വാനയാണ്. ഇത് ഓർത്തിരിക്കുന്ന എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഈ ജാതിക്ക എന്ന് പറയുന്ന സാധനമുണ്ട്. ജാതിക്ക ഇങ്ങനെ മഞ്ഞ കളറിലേക്ക് ഇരിക്കും. നമ്മളത് കഴിക്കാനൊക്കെ അല്ലെങ്കിൽ അത് ഔഷധമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ജാതിക്ക എന്ന് പറയുന്നത്. ഈ നമ്മുടെയൊക്കെ പറമ്പിലൊക്കെ ഈ ജാതിക്ക ഉണ്ടാവും അല്ലേ? അപ്പം ജാതിക്ക ഇങ്ങനെ തറയിൽ വീണ് കിടക്കും അല്ലേ? ആ മരത്തിൽ നിന്ന് താഴെ വീണ് കിടക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു മഗ് എടുത്തുകൊണ്ട് പോയിട്ട് അതിൽ പറക്കിയിട്ട് കൊണ്ടുവരും. ഓക്കെ, അപ്പം മഗ്ഗിലാണ് ജാതിക്ക ഇടുന്നതെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം
ജാതി മഗ് അതായത് കിഷോർ മഗ്വാന പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. അടുത്ത് പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അന്തർ സിംഗ് ആര്യ. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അന്തർ സിംഗ് ആര്യ. അത് കണക്ട് ചെയ്യേണ്ട, ബാക്കി ഞാൻ പറഞ്ഞുതരാവേ. പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഹൻസ് രാജ് ഗംഗാറാം അഹിർ ആണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ. അതൊന്ന് കണക്ട് ചെയ്തോണം കേട്ടോ. അപ്പൊ ജാതി മഗ് നമ്മൾ കണക്ട് ചെയ്തു. ഇനി പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം അഹിർ ആണ് കേട്ടോ. ഈ ഹാൻസ് എന്ന് പറഞ്ഞ ലഹരി വസ്തുണ്ട്. ഹാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടിട്ടില്ലേ, ഈ ചുണ്ടിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടു കാണും. ഈ ഹാൻസ് എന്ന് പറഞ്ഞ സാധനം ചുണ്ടിൻ്റെ ഇടയിൽ വെക്കുന്നതാണ് അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ അത് വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ആരെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ഒരു പൊതു സ്ഥലത്ത് നിന്ന് വെക്കത്തില്ല. അവർ വല്ല വാതിലിന്റെ പിന്നിൽ പോയോ അല്ലെങ്കിൽ റൂമിന്റെ പിന്നിൽ പോയോ അല്ലെങ്കിൽ ബാത്റൂമിന്റെ പിന്നിൽ പോയോ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഹാൻസ് വെക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഹാൻസ് വെക്കുന്നത് പിന്നിൽ പോയിട്ടാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഹൻസ് രാജ് ഗംഗാറാം അഹിർ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാനാണ്. ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരും കാണും. പിന്നെ ഈ മറന്നുപോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ കണക്ഷൻ എന്ത് ചെയ്യുന്നത്, പറയുന്നത് കേട്ടോ. അടുത്ത് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് കുട്ടികളെ. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ന്യൂനപക്ഷങ്ങൾ പുരയിലാണ് താമസിക്കുന്നതെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ന്യൂനപക്ഷങ്ങൾ പുരയിലാണ് താമസിക്കുന്നതെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ 4 മറക്കണ്ട. പട്ടികജാതി കമ്മീഷൻ കിഷോർ മഗ്വാന, പട്ടികവർഗ കമ്മീഷൻ അന്തർ സിംഗ് ആര്യ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഹൻസ് രാജ് ഗംഗാറാം അഹിർ, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. അടുത്ത് ബഹിരാകാശ കമ്മീഷൻ ചെയർമാൻ. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഡൗട്ട് അടിക്കും, ഇങ്ങനെ ഒരു സാധനം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കാരണം പലരും ഈ ഒരു സാധനം ആദ്യമായിരിക്കും കാണുന്നത്. ബഹിരാകാശ കമ്മീഷന്റെ ചെയർമാൻ എപ്പോഴും ആര് തന്നെയായിരിക്കും, ISRO ചെയർമാൻ തന്നെയായിരിക്കും. അതായത് വി നാരായണൻ. ഇതൊക്കെ ഇനി ചോദിക്കും കേട്ടോ, നിങ്ങൾ ചോദ്യം പ്രതീക്ഷിക്കണം. ബഹിരാകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കുട്ടികളെ, അല്ലെങ്കിൽ സ്പേസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി നാരായണനാണ് ബഹിരാകാശ കമ്മീഷൻ ചെയർമാൻ. അടുത്ത് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ചെയർമാനാണ് പ്രവീൺ കുമാർ ശ്രീവാത്സവയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ചെയർമാനായിട്ടുള്ള പ്രവീൺ കുമാർ ശ്രീവാത്സവയാണ്. ഓക്കെ, അപ്പം ഈ 12 ഒന്നുകൂടെ നമുക്ക് നോക്കാം, ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് നോക്കാം. 12 പിള്ളേരെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് NHRC എന്ന് ചോദിക്കും കേട്ടോ. NHRC എന്ന് വെച്ചാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തന്നെയാണ് NHRC എന്ന് പറയുന്നത്. അപ്പൊ വി രാമസുബ്രഹ്മണ്യം 9ാമത്തെ ചെയർമാൻ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കർ ആണ് 9ാമത്തെ ചെയർപേഴ്സൺ തന്നെയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ 12ാമത്തതാണ്, ആദ്യത്തെ ദളിത് വംശജൻ. അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ് 26ാമത്തെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ സുഖ്വീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയുമാണ്. അടുത്ത പട്ടികജാതി കമ്മീഷൻ കിഷോർ മഗ്വാന, പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം അഹിർ ആണ്. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. അടുത്ത് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനുങ്ങോയാണ്. ബഹിരാകാശ കമ്മീഷൻ ചെയർമാൻ വി നാരായണൻ. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത UGC ആണ്. UGC എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ്. UGCയുടെ ചെയർമാൻ മാറിയിട്ടുണ്ട്. വിനീത് ജോഷിയാണ് UGCയുടെ നിലവിലെ ചെയർമാനാണ് കുട്ടികളെ. വിനീത് ജോഷിയാണ് UGCയുടെ നിലവിലെ ചെയർമാൻ. UGC ചെയർമാൻ വിനീത് ജോഷി. അടുത്ത അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ AK മൊഹന്തിയാണ് അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ. അപ്പൊ ഇവിടെ മറക്കണ്ട, അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് AK മൊഹന്തിയാണ്. അപ്പൊ അത് പഠിക്കേണ്ട. അറ്റോമിക് AK അജിത് കുമാർ മൊഹന്തി, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അടുത്ത യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ചെയർപേഴ്സൺ ആരാണ്? UPSC ചെയർപേഴ്സൺ
പ്രീതി സുധനാണ് കേട്ടോ. പ്രീതി സുധനാണ് UPSC ചെയർമാൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSCയുടെ ചെയർപേഴ്സൺ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രീതി സുധനാണ് UPSC ചെയർപേഴ്സൺ പ്രീതി സുധൻ. അടുത്ത നീതി ആയോഗിന്റെ ചെയർമാൻ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. അപ്പൊ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗ് വൈസ് ചെയർമാൻ അറിയോ? നീതി ആയോഗ് വൈസ് ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ സുമൻ ബെറിയാണ് നീതി ആയോഗ് വൈസ് ചെയർമാൻ. ഇതൊക്കെ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത്, കാരണം സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അടുത്ത് നീതി ആയോഗ് സിഇഒ എന്ന് പറയുമ്പോൾ 3 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നീതി ആയോഗ് സിഇഒയിൽ 3 ലെറ്റേഴ്സ് ഉള്ള പേര് തന്നെയാണ്, അങ്ങനെ ഓർത്തിരിക്കുക. BVR സുബ്രഹ്മണ്യം. നീതി ആയോഗ് സിഇഒ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗ് സിഇഒ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ BVR സുബ്രഹ്മണ്യമാണ്. അടുത്ത് അന്തർ സംസ്ഥാന കൗൺസിൽ ചെയർമാൻ, പിള്ളേരെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ അല്ലെങ്കിൽ അന്തർ സംസ്ഥാന കൗൺസിൽ അല്ലെങ്കിൽ അന്തർ സംസ്ഥാന സമിതി എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ ചെയർമാനും എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും നരേന്ദ്രമോദിയുടെ. അപ്പൊ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ചെയർമാൻ ആരാണ് കുട്ടികളെ? നരേന്ദ്രമോദിയാണ്. അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ സമിതിയുടെ ചെയർമാൻ, ദേശീയ സുരക്ഷാ സമിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലാണ്. നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ ചെയർമാനും ആര് തന്നെയായിരിക്കും? പ്രധാനമന്ത്രി തന്നെയായിരിക്കും, അതായത് നരേന്ദ്രമോദി. അപ്പൊ ദേശീയ സുരക്ഷാ സമിതി അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ ചെയർമാനാണ് കുട്ടികളെ നരേന്ദ്രമോദിയാണ്. അടുത്ത് GST കൗൺസിൽ ചെയർപേഴ്സൺ. GST കൗൺസിൽ നമുക്കറിയാം. GST കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമിതിയാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധനകാര്യ മന്ത്രിമാര്, അതുപോലെ തന്നെ 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാര്, പിന്നെ നമ്മുടെ ധനകാര്യ മന്ത്രി, പിന്നെ ധനകാര്യ വകുപ്പിന്റെ സഹമന്ത്രി, എല്ലാവരും കൂടെ ചേർന്ന് 33 അംഗങ്ങളുണ്ട് കേട്ടോ ഈ GST കൗൺസിലിൽ കേട്ടോ. അതിന്റെ ചെയർപേഴ്സൺ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അതെപ്പോഴും ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കും. അതായത് ഇപ്പോഴത്തെ ആരാണ് കുട്ടികളെ? നിർമ്മല സീതാരാമനാണ് GST കൗൺസിൽ ചെയർപേഴ്സൺ. GST കൗൺസിൽ ചെയർപേഴ്സൺ ആണ് കുട്ടികളെ നിർമ്മല സീതാരാമൻ. അടുത്ത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. ഓക്കെ, നമുക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ നമുക്കറിയാം എപ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. അതുപോലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും കുട്ടികളെ? അത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, അതായത് നരേന്ദ്രമോദിയാണ് കേട്ടോ. അപ്പം നീതി ആയോഗ് നരേന്ദ്രമോദിയാണ്, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ അല്ലെങ്കിൽ അന്തർ സംസ്ഥാന കൗൺസിൽ നരേന്ദ്രമോദിയാണ്, ദേശീയ സുരക്ഷാ സമിതി ചെയർമാൻ നരേന്ദ്രമോദിയാണ്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനും ആര് തന്നെയാണ്? നരേന്ദ്രമോദി തന്നെയാണ്. ഓക്കെ, അടുത്ത് ലോകസഭാ സെക്രട്ടറി ജനറലും രാജ്യസഭാ സെക്രട്ടറി ജനറലും. ഓക്കെ, ഈ ലോകസഭ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകസഭ സെക്രട്ടറി ജനറൽ ആണ്. ലോകസഭ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആര് എന്ന് കേട്ട് കഴിഞ്ഞാൽ ലോകസഭ സെക്രട്ടറി ജനറൽ ആണ്. അടുത്ത് രാജ്യസഭ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആര് എന്ന് കേട്ട് കഴിഞ്ഞാൽ രാജ്യസഭ സെക്രട്ടറി ജനറൽ ആണ്. അപ്പൊ ഈ 2 ആൾക്കാരുടെ പേരും നന്നായിട്ട് പഠിച്ചിരിക്കുക. ലോകസഭ സെക്രട്ടറി ജനറലിന്റെ പേര് ഉത്പൽ കുമാർ സിംഗ് എന്നാണ് കേട്ടോ. ഉത്പൽ കുമാർ സിംഗ് എന്നാണ് ലോകസഭ സെക്രട്ടറി ജനറലിന്റെ പേര്. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക എളുപ്പമാണ്. ഈ ലോകസഭയിലല്ലേ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ വാഗ്വാദങ്ങൾ ഉണ്ടായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തുപ്പൊന്ന് ഓർത്താൽ മതി. മനസ്സിലായില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുപ്പും എന്നോർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പൊ ലോകസഭയിലെ തുപ്പൽ എന്നോർത്തിരുന്നാൽ മതി. ഉത്പൽ കുമാർ സിംഗ് ആണ് ലോകസഭ സെക്രട്ടറി ജനറൽ. രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദിയാണ് കേട്ടോ. PC മോദി എന്നാൽ പ്രമോദ് ചന്ദ്ര മോദി എന്നാണ് മുഴുവൻ പേര് കേട്ടോ. രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദി, അതായത് പ്രമോദ് ചന്ദ്ര മോദിയാണ്. ഓക്കെ, അപ്പൊ രാജ്യം ഭരിക്കുന്നത് മോദിയല്ലേ, അപ്പൊ രാജ്യസഭാ സെക്രട്ടറി ജനറൽ മോദി എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. PC മോദി. ഓക്കെ, പ്രമോദ് ചന്ദ്ര മോദിയാണ്. ഓക്കെ, അപ്പം ഇത് ഇത്രയും സെറ്റ് അല്ലേ? ഒന്നുകൂടെ പറഞ്ഞുതരാം. റിപ്പീറ്റ് ചെയ്ത് പറയണത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. UGC ചെയർമാൻ വിനീത് ജോഷിയാണ്. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ AK മൊഹന്തിയാണ്. UPSC ചെയർപേഴ്സൺ പ്രീതി സുധനാണ്. നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്രമോദി. നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറി. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. അന്തർ സംസ്ഥാന കൗൺസിൽ ചെയർമാൻ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. അടുത്ത നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. GST കൗൺസിൽ ചെയർപേഴ്സൺ നിർമ്മല സീതാരാമനാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ നരേന്ദ്രമോദി. ലോകസഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദിയാണ്. PC പ്രമോദ് ചന്ദ്ര മോദി എന്ന PC മോദിയാണ്
രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ കേട്ടോ. അടുത്ത് ISRO ചെയർമാനൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ISRO ചെയർമാൻ ആരാ കുട്ടികളെ? വി നാരായണനാണ് അല്ലെ? വി നാരായണനാണ് ISRO ചെയർമാൻ. അദ്ദേഹം എത്രാമത്തെ ആളാണ്? വി നാരായണൻ 11ാമത്തെ ആളാണ്. 11ാമത്തെ ആളാണ്. അപ്പം ISRO ചെയർമാൻ വി നാരായണനാണ്. അത് 11ാമത്തെ ആളാണ്. LIC എന്താ? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് LIC. LICയുടെ ചെയർമാന്റെ പേര് സിദ്ധാർത്ഥ മൊഹന്തി. സിദ്ധാർത്ഥ മൊഹന്തി. ആരാ കുട്ടികളെ? സിദ്ധാർത്ഥ മൊഹന്തി. അപ്പൊ LIC ചെയർമാൻ ആരാണ്? സിദ്ധാർത്ഥ മൊഹന്തി. നമ്മൾ നേരത്തെ ഒരു AK മൊഹന്തി, അതായത് അജിത് കുമാർ മൊഹന്തി നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? അദ്ദേഹം ആരാണ്? അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാനാണ്. അപ്പൊ LICയുടെ ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ സിദ്ധാർത്ഥ മൊഹന്തി. LIC സിദ്ധാർത്ഥ. LIC സിദ്ധാർത്ഥ. ഓക്കെ, ക്ലിയർ ആണ്? ആ സീൽ പിടിച്ചാൽ മതി. LIC ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തി. റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഗവർണർ. ഇദ്ദേഹം എത്രാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ എന്നറിയോ? സഞ്ജയ് മൽഹോത്ര 26ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് കേട്ടോ. 26ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ആര്? സഞ്ജയ് മൽഹോത്ര. അടുത്ത നബാർഡ് ചെയർമാൻ KV ഷാജിയാണ് കേട്ടോ. KV ഷാജിയാണ് നബാർഡിന്റെ ചെയർമാൻ കേട്ടോ. ഈ നബാർഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ആട് കയറി വരുന്നുണ്ടല്ലേ? ആട്, നമുക്കറിയാം. ആട് സിനിമയിലെ പ്രധാന കഥാപാത്രം, നമ്മളെ ജയസൂര്യ അവതരിപ്പിച്ച കഥാപാത്രമാണ് ഷാജി പാപ്പൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ KV ഷാജി നബാർഡിന്റെ ചെയർമാൻ. KV ഷാജി നബാർഡിന്റെ ചെയർമാൻ. ഓക്കെ, ആട് ഷാജി. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ് VSSCയുടെ പൂർണ്ണരൂപം. VSSCയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ S ഉണ്ണികൃഷ്ണൻ നായരാണ്. S ഉണ്ണികൃഷ്ണൻ നായരാണ് VSSCയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ. S ഉണ്ണികൃഷ്ണൻ നായരാണ്. അടുത്ത DRDOയുടെ ചെയർമാൻ. DRDOയുടെ പൂർണ്ണരൂപം എന്താ കുട്ടികൾ? DRDOയുടെ പൂർണ്ണരൂപം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നാണ് കേട്ടോ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നാണ് DRDOയുടെ പൂർണ്ണരൂപം. ഓക്കെ, DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ സമീർ വി കാമത്ത്. സമീർ വി കാമത്താണ് DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ആണ് കുട്ടികളെ, സമീർ വി കാമത്താണ് DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. SBI ചെയർമാൻ ആരാണ്? SBI നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് SBI. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. SBIയുടെ ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ചല്ല ശ്രീനിവാസലു ഷെട്ടി. ചല്ല ശ്രീനിവാസലു ഷെട്ടി എന്നതാണ് SBI ചെയർമാന്റെ പേര്. ചല്ല ശ്രീനിവാസലു ഷെട്ടി എന്നതാണ് SBI ചെയർമാന്റെ പേര്. അടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടർ. നമുക്ക് കഴിഞ്ഞ വർഷം നടന്ന LDCക്ക് ചോദിച്ചതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടർ ആരാണെന്ന്. ഇപ്പോഴത്തെ ED ഡയറക്ടർ, എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ED ആണ് കേട്ടോ. ED ഡയറക്ടർ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ രാഹുൽ നവീനാണ് കേട്ടോ. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ. രാഹുൽ നവീനാണ്. CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് CAG കേട്ടോ. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് CAG. നിലവിലെ CAG ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ സഞ്ജയ് മൂർത്തിയാണ് നിലവിലെ CAG. അപ്പൊ നിലവിലെ CAG ആരാ കുട്ടികളെ? സഞ്ജയ് മൂർത്തിയാണ്. നമ്മൾ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പഠിച്ചായിരുന്നു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര നമ്മൾ പഠിച്ചായിരുന്നു. ഇവിടെ നമ്മൾ CAG സഞ്ജയ് മൂർത്തിയാണ് പഠിക്കുന്നത്. ഇത് രണ്ടാൾക്കാരും മാറിപ്പോകാതിരിക്കാനായിട്ട് ഞാനൊരു കണക്ഷൻ എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. ഇപ്പൊ റിസർവ് ബാങ്ക്, അപ്പൊ നമ്മൾ ബാങ്കിൽ നമ്മൾ പോകുന്നത് ക്യാഷ് ഇടാനും ക്യാഷ് എടുക്കാനും ഒക്കെ അല്ലേ പോകുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴില്ലേ നിങ്ങൾ എത്ര ക്യാഷാണ് ഇടുന്നത് അല്ലെങ്കിൽ എത്ര ക്യാഷാണ് എടുക്കുന്നത്. അപ്പൊ ബാങ്കിലാണ് എത്ര എന്നുള്ള ചോദ്യം വരുന്നത്. എത്ര പൈസ, എത്ര ക്യാഷ്. അപ്പം ബാങ്ക് എത്ര? സഞ്ജയ് മൽഹോത്ര. ബാങ്ക് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയും CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തിയുമാണ്. എത്രാമത്തെ CAG ജനറൽ? 15ാമത്തെ CAG ആണ്. 15ാമത്തെ CAG ആണ് ആര്? സഞ്ജയ് മൂർത്തി. അറ്റോർണി ജനറൽ ആണെന്നറിയാവോ? R വെങ്കിട്ടരമണിയാണ് കേട്ടോ. R വെങ്കിട്ടരമണിയാണ് നിലവിലെ അറ്റോർണി ജനറൽ. നിലവിലെ അറ്റോർണി ജനറൽ കേട്ടോ. R വെങ്കിട്ടരമണിയാണ് നിലവിലെ അറ്റോർണി ജനറൽ. അപ്പൊ അറ്റോർണി രമണി അങ്ങനെ ഓർത്തിരിക്കുക. അടുത്ത് നിലവിലെ സോളിസിറ്റർ ജനറൽ. നമുക്കറിയാം അറ്റോർണി ജനറൽ ആണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ. അറ്റോർണി ജനറൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിയമ ഉദ്യോഗസ്ഥനാണെന്നുള്ളത് സോളിസിറ്റർ ജനറൽ ആണ്. നിലവിലെ സോളിസിറ്റർ ജനറൽ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ
നിലവിലെ സോളിസിറ്റർ ജനറൽ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ തുഷാർ മേത്തയാണ് നിലവിലെ സോളിസിറ്റർ ജനറൽ. ആരാ കുട്ടികളെ? തുഷാർ മേത്തയാണ് നിലവിലെ സോളിസിറ്റർ ജനറൽ എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നോക്കാം ഒന്നും കൂടെ. ISRO ചെയർമാൻ വി നാരായണൻ 11ാമത്തെ ആള്, LIC ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തിയാണ്, റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര 26ാമത്തെ ആളാണ്, നബാർഡ് ചെയർമാൻ KV ഷാജി, സെബിയുടെ ചെയർമാൻ തുഷാർ കാന്ത് ഘോഷാണ് സെബി ചെയർമാൻ, BSSC ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്, DRDOയുടെ ചെയർമാൻ സമീർ വി കാമത്താണ് DRDO ചെയർമാൻ, SBI ചെയർമാൻ ആണെന്ന് ചല്ല ശ്രീനിവാസലു ഷെട്ടിയാണ് SBI ചെയർമാൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടർ ആണെന്ന് രാഹുൽ നവീനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടർ. അടുത്ത CBI ഡയറക്ടർ ജനറൽ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ സുബോധ് K ജയ്സ്വാൾ ആണ് CBI ഡയറക്ടർ ജനറൽ. അടുത്ത CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണെന്ന് കേട്ടാൽ സഞ്ജയ് മൂർത്തിയാണ്, അദ്ദേഹം 15ാമത്തെ CAG ആണ്. അടുത്ത അറ്റോർണി ജനറൽ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ R വെങ്കട്ടരമണിയാണ് അറ്റോർണി ജനറൽ. പിന്നെ സോളിസിറ്റർ ജനറൽ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ. ഓക്കെ, അപ്പൊ അത് അത്രയും സെറ്റായി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ബാർക്ക് ഡയറക്ടർ. എന്താണ് ഈ ബാർക്ക് എന്ന് പറയുന്നത്? ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ബാർക്ക് അല്ലേ. നമ്മളെ മഹാരാഷ്ട്രയിലെ ട്രോംബൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ബാർക്കിന്റെ ഡയറക്ടർ ആരെന്നാണ് ചോദ്യം. പിള്ളേരെ ആളുടെ പേര് വിവേക് ബാസിൻ എന്നാണ് ബാർക്കിന്റെ ഡയറക്ടർ. ബാർക്ക് അതായത് ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഡയറക്ടറിന്റെ പേരാണ് വിവേക് ബാസിൻ. ആരാ കുട്ടികൾ? വിവേക് ബാസിൻ എന്നാണ് ബാർക്കിന്റെ ഡയറക്ടർ. അപ്പൊ ബാസിൻ ബാർക്ക് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക, വിവേക് ബാസിൻ. NGT എന്താണ്? NGT എന്നറിയാവോ? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആണ് NGT എന്ന് പറയുന്നത്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, അതായത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആണ് ഈ NGT എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ചെയർമാൻ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രകാശ് ശ്രീവാസ്തവയാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ചെയർമാൻ. പ്രകാശ് ശ്രീവാസ്തവയാണ്. നമ്മൾ നേരത്തെ ഒരു പ്രവീൺ കുമാർ ശ്രീവാസ്തവ നമ്മൾ പറഞ്ഞായിരുന്നു. പ്രവീൺ കുമാർ ശ്രീവാസ്തവ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ചെയർമാനാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ഹരിത ട്രൈബ്യൂണലിന്റെ ചെയർമാനാണ് പ്രകാശ് ശ്രീവാസ്തവ. ഓക്കെ, ഈ പ്രകാശം ഉപയോഗിച്ചുകൊണ്ടല്ലേ ഹരിത കണങ്ങൾ ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കുന്നത്. അപ്പം ഹരിതം പ്രകാശം. അപ്പൊ ഹരിത ട്രൈബ്യൂണൽ പ്രകാശ് ശ്രീവാസ്തവ. കണക്ട് ആയില്ലേ? ഹരിത ട്രൈബ്യൂണൽ പ്രകാശ് ശ്രീവാസ്തവ. ലോക്പാൽ ചെയർമാൻ AM ഖാൻവിൽക്കർ ആണ് ലോക്പാലിന്റെ ചെയർമാൻ. അജയ് മാണിക്റാവു ഖാൻവിൽക്കർ ആണ് ലോക്പാലിന്റെ ചെയർമാൻ. അടുത്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് കുട്ടികളെ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ഇദ്ദേഹം എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് കുട്ടികളെ? അദ്ദേഹം 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന് മെയ് 13 വരെ, അതായത് 2025 മെയ് 13 വരെ ഇദ്ദേഹത്തിന് കാലാവധിയുള്ളൂ. 2025 മെയ് 13 ഇദ്ദേഹം റിട്ടയർഡ് ആവുകയും അതിനുശേഷം ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്ന BR ഗവായി നമ്മുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകും. BR ഗവായി ആണ് നമ്മുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന വ്യക്തിയാണ് BR ഗവായി. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ച് വേണം. 51ാമത്തെ ആള് സഞ്ജീവ് ഖന്ന, മെയ് 13 അദ്ദേഹം റിട്ടയർഡ് ആകും. അടുത്ത 52ാമത്തെ ആളെ പ്രഖ്യാപിച്ചു. അതായത് അടുത്ത സീനിയർ ആയിട്ടുള്ള ജഡ്ജി അല്ലേ നമുക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്നത്. അപ്പൊ അത് ഭൂഷൺ രാമകൃഷ്ണ ഗവായി അല്ലെങ്കിൽ BR ഗവായി ആണ് കേട്ടോ. അടുത്ത് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ചെയർമാൻ ആരെന്നാണ് ചോദ്യം. ലീഗൽ സർവീസസ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ലീഗൽ സർവീസസ് അതോറിറ്റിയെ കുറിച്ചൊരു ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരു പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. നിങ്ങൾക്കത് ചോദിക്കുന്നതാണ്. മുമ്പ് പലതവണ ചോദിച്ചപ്പോഴും ഒരുപാട് കുട്ടികൾക്ക് ആ ഒരു കാര്യം എന്ത് അറിയത്തില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് അത് നോക്കി പഠിച്ചിരിക്കുക, നിങ്ങൾക്ക് ചോദ്യം വരും. ഓക്കെ, ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ചെയർമാൻ ഇപ്പോഴാണെന്ന് കേട്ടാൽ BR ഗവായി ആണ്. അതായത്
ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് തൊട്ട് താഴെയുള്ള സീനിയർ മോസ്റ്റ് ജഡ്ജാണ് ഈ എന്ത് ചെയ്യുന്നത്, ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചെയർമാൻ ആകുന്നത്. അതായത് BR ഗവായി അടുത്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന സമയത്ത് അതിനുശേഷമുള്ള സീനിയർ ആയിട്ടുള്ള ജഡ്ജ് എന്ത് ചെയ്യും, ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ചെയർമാനായിട്ട് മാറും. BR ഗവായിയാണ് നിലവിൽ. അടുത്ത 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയാണ് 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. അരവിന്ദ് പനഗരിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ കാലാവധി വരുന്നത് 2026 2031 വരെയാണ് ഇവരുടെ കാലാവധി വരുന്നത്. അതായത് നിലവിലുള്ളത് 15ാം ധനകാര്യ കമ്മീഷനാണ് നിലവിലുള്ളത്. അതാണ് നിങ്ങൾക്ക് അറിയാം, NK സിംഗ് ആണ്. NK സിംഗ് ആണ് 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അതായത് ഈ 15ാം ധനകാര്യ കമ്മീഷൻ 2021 മുതൽ 26 വരെയാണ് 15ാം ധനകാര്യ കമ്മീഷന്റെ കാലാവധി വരുന്നത്. 16ാം ധനകാര്യ കമ്മീഷനാണ് 2026 മുതൽ 31 വരെ പോകുന്നത്. അപ്പൊ അതിന്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. 15ാം ധനകാര്യ കമ്മീഷൻ NK സിംഗ് ആണ് കേട്ടോ. ക്യാബിനറ്റ് സെക്രട്ടറി എന്താണ്? ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് ക്യാബിനറ്റ് സെക്രട്ടറി. ഓക്കെ, നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി എന്നതുപോലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് ക്യാബിനറ്റ് സെക്രട്ടറി. നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പേര് TV സോമനാഥൻ എന്നാണ്. TV സോമനാഥൻ എന്നാണ് നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പേര്. TV സോമനാഥൻ എന്നാണ്. അടുത്ത ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സംയുക്ത സേനാ മേധാവിയാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ, നമ്മുടെ ഈ 3 സേനകൾക്കും കൂടി ഒരൊറ്റ എന്താണ് മേധാവി, അതാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. നിലവിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണെന്ന് കേട്ടാൽ ജനറൽ അനിൽ ചൗഹാനാണ് കേട്ടോ. അനിൽ ചൗഹാനാണ് നിലവിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ആണെന്ന് കുട്ടികളെ, ജനറൽ അനിൽ ചൗഹാനാണ്. നിലവിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാനാണ്. കരസേനാ മേധാവി, നിലവിലെ കരസേനാ മേധാവി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ഇവരുടെയൊക്കെ പേരുകൾ ഇപ്പം നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പാകിസ്ഥാൻ ആക്രമണം അല്ലെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട്. കരസേനാ മേധാവിയുടെ പേര് ഉപേന്ദ്ര ദ്വിവേദി എന്നാണ്. ഉപേന്ദ്ര ദ്വിവേദി നിലവിലെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. നിലവിലെ നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠിയാണ്. ദിനേശ് കെ ത്രിപാഠി കേട്ടോ. നിലവിലെ നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠിയാണ്. നിലവിലെ നാവികസേനാ മേധാവി ആരാണ് കുട്ടികളെ? ദിനേശ് കെ ത്രിപാഠിയാണ്. ഓക്കെ, നാവികസേന വെള്ളവുമായി ബന്ധപ്പെട്ടല്ല. നമ്മൾ ഈ വെള്ളം അടിച്ചിട്ട് പാട്ടും പാടിയൊക്കെ നടക്കാറില്ലേ ചില ടീമുകൾ. അപ്പം പാടി നടക്കുന്നു, വെള്ളം അടിച്ച് പാടി നടക്കുന്നു. അപ്പം വെള്ളം നാവികസേന പാടി നടക്കുന്നു. നാവികസേന മേധാവി ദിനേശ് കെ ത്രിപാഠി എന്ന് ഓർത്തിരുന്നാൽ മതി. വ്യോമസേന മേധാവി അമർപ്രീത് സിംഗ് ആണ് കേട്ടോ. അമർപ്രീത് സിംഗ് ആണ് വ്യോമസേന മേധാവി. അമർപ്രീത് സിംഗ് ആണ് വ്യോമസേന മേധാവി കേട്ടോ. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് കേട്ടോ. അജിത് ഡോവലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ആരാ കുട്ടികളെ? അജിത് ഡോവലാണ്. അടുത്ത് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ. രാജ്യസഭയുടെ ചെയർമാൻ നമുക്കറിയാം. രാജ്യസഭയുടെ ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഉപരാഷ്ട്രപതിയാണ്. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയൊക്കെ നമുക്കറിയാലോ, ജഗദീപ് ധൻഖറാണ്. അദ്ദേഹമാണ് രാജ്യസഭയുടെ ചെയർമാൻ. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ഹരിവംശ് നാരായൺ സിംഗ് ആണ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നമ്മൾ പ്രധാനപ്പെട്ട 50 പദവികളും അതിലുള്ള വ്യക്തികളുടെ പേരുമാണ് പഠിച്ചത്. ഇത് ഏപ്രിൽ പ്രകാരമുള്ള ഡേറ്റയാണ്, നിങ്ങളിത് പഠിച്ചിരിക്കുക. ഓക്കെ, ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അത് ഞാൻ അടുത്തൊരു ഭാഷണിൽ ഞാൻ ഉൾപ്പെടുത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സെക്രട്ടറിമാർ പഠിക്കേണ്ടത്, അത് ഞാൻ മന്ത്രിമാരെടുക്കുന്ന സമയത്ത് ഞാനത് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു രീതി പറഞ്ഞുതരാം. പിന്നെ പുതുതായിട്ട് രൂപീകരിച്ച ഏതെങ്കിലും കമ്മീഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചെയർമാൻമാർ ആരൊക്കെയാണ്, അതൊക്കെ നമുക്ക് ആ ഒരു സെക്ഷനിൽ നോക്കാം. അപ്പോൾ ഇതിത്രയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ലാസ്റ്റ് പോർഷൻ ഒന്നുകൂടെ പറയുകയാണ്. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ വിവേക് ബാസിനാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവ. പ്രകാശം വെച്ചിട്ടാണ് ഹരിതകണങ്ങൾ
പ്രകാശ സംശ്ലേഷണം നടത്തുന്നതെന്ന് ഓർത്താൽ മതി. അടുത്ത് ലോക്പാൽ ചെയർമാൻ AM ഖാൻവിൽക്കർ, അജയ് മാണിക്കറാവു ഖാൻവിൽക്കർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് 51ാമത്തെ ആള്. മെയ് 13 റിട്ടയർഡ് ആകുന്നു. അതിനുശേഷം BR ഗവായി, ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്ന BR ഗവായി 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകും. അടുത്ത് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ചെയർമാൻ BR ഗവായിയാണ്. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ചെയർമാൻ BR ഗവായിയാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് കേട്ടാൽ അരവിന്ദ് പനഗരിയാണ് 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ, 15ാമത് NK സിംഗ് ആണ്. 16ാം ധനകാര്യ കമ്മീഷന്റെ കാലാവധി 2026-31. 15ാമത്തത് 2021-26. അടുത്ത് TV സോമനാഥൻ ക്യാബിനറ്റ് സെക്രട്ടറി, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാനാണ്. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. നാവികസേന മേധാവി ദിനേശ് K ത്രിപാഠിയാണ്. വെള്ളമടിച്ച് പാടി നടക്കും, വെള്ളം നാവികസേന. അടുത്ത് വ്യോമസേന മേധാവി അമർപ്രീത് സിംഗ് ആണ്. അമർപ്രീത് സിംഗ് ആണ് വ്യോമസേന മേധാവി. അതുപോലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അല്ലെങ്കിൽ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കപ്പം എത്ര എണ്ണം നിങ്ങൾക്ക് അറിയാമായിരുന്നു, 50 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര എണ്ണം അറിയാമായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, നമുക്ക് അടുത്ത് വേറൊരു ക്ലാസ്സിൽ കാണാം. ശരി.